ഞാൻ എൻ്റെ വീഡിയോസ് ആരും കാണൂല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ 1-2 പാട്ട് ചെയ്തത്. എന്താ വെച്ചാൽ പാട്ടായിട്ട് പോയത് എന്താ വെച്ചാൽ 3 മിനിറ്റ്. അപ്പം നമ്മൾ പറയണതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇല്ല. പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണ് ഒരു കാര്യം എന്താ പറയുക, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും. ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എല്ലാ ആൾക്കാരും പല പല. അപ്പം ആരും കാണില്ല എന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഞെട്ടിച്ചിട്ട ഒരു 100 പേര് ഒക്കെ എൻ്റെ വീഡിയോ അല്ല ഞാൻ ഇട്ട ഈ 1-2 പാട്ടുകളൊക്കെ കണ്ടിട്ടോ. ഈ ഭയങ്കര സന്തോഷം തോന്നി. അവർ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. ഇപ്പം ഇത് കണ്ടപ്പോൾ എന്താണെന്നൊന്നും എടുത്ത് നോക്കാതെയൊക്കെ ഇരിക്കാം, പക്ഷെ കാണുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ ഈ 1-2 വീഡിയോയിലൊക്കെ കുറച്ച് കുഞ്ഞി യൂട്യൂബ് വീഡിയോസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ലേ, നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് നമുക്ക് ആരും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ആരെക്കൊണ്ടും പറ്റില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ നമുക്കൊരു ഛേദമില്ലാത്ത നമ്മൾ ഒരു 400 രൂപ 450 രൂപ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു 300 രൂപ കൊടുത്തിട്ടോ സോറി ഒരു 200 രൂപ കൊടുത്തിട്ടോ റീചാർജ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മളൊരു ലൈക്കോ അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബോ ഉണ്ടോ ഏതെങ്കിലും ഒരാൾക്കാർ നമ്മൾ അതാവുന്ന ആൾക്കാർ രക്ഷപ്പെടുകയാണ് ഒരു വലിയൊരു കാര്യമാണ്. നമുക്ക് എല്ലാവരും സഹായിക്കാൻ പറ്റും. എല്ലാവർക്കും ചിലർ പറയും എനിക്ക് ചില ആൾക്കാരൊക്കെ സഹായിക്കുന്നതാകുമ്പോൾ മറ്റുള്ളവർ പറയും എനിക്ക് ആഗ്രഹമുണ്ട് ഒരാളെ സഹായിക്കാം, പൈസ ഇല്ലാഞ്ഞിട്ടാണ്, എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാൻ സഹായിക്കും, അല്ലെങ്കിൽ എനിക്ക് വേറൊരിത് കിട്ടിയിരുന്നെങ്കിൽ സഹായിക്കും. അല്ല, അതൊന്നും വേണ്ട. നമുക്കൊരാളെ സഹായിക്കുക, ഇങ്ങനെ സഹായിക്കുക. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുമ്പോൾ നമുക്കൊരു ഡ്രസ്സൊക്കെ പറ്റാത്തൊരു ഡ്രസ്സൊക്കെ വരുമ്പം അത് കേടാക്കി കളയാതെ ഒരാൾക്ക് കൊടുക്കുക. അതൊക്കെ എല്ലാവർക്കും നമുക്ക് ചിന്തകളുണ്ട്, നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ പൈസയോ കാര്യങ്ങളോ ഒന്നും തടസ്സമല്ല. പിന്നെ എന്താ പറയുക, ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, എനിക്കിങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കും ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ വിചാരിക്കും ചില കാര്യങ്ങൾ കാണുമ്പോൾ പറഞ്ഞേ പറ്റൂ, എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന്. അപ്പം ഇതാരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പം ഇത്രയും എന്താ പറയുക 1, 2, 3 പാട്ടായിട്ട് തന്നെയാണ് എൻ്റെ വാചകടി ഉണ്ടായിരുന്നത്. ചിലവർക്ക് അത് വാചകടിയായിട്ട് തോന്നും, എങ്ങനെയാണെങ്കിലും. അപ്പം കണ്ട എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് കേട്ടോ. അപ്പം എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അയക്കണം കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ഒന്നിക്ക് ഈ പരിപാടി ഞാൻ നിർത്തും, അല്ലെങ്കിൽ ഞാൻ ഇത് തുടരും.